ഞാൻ കിച്ചുവിനോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഏകദേശം 22 മിനിറ്റ് ആ ഒരു കോൺവെർസേഷൻ ഉണ്ട്. എൻ്റെ കയ്യിൽ എൻ്റെ റെക്കോർഡ് ഉൾപ്പെടെ ഉണ്ട്. ഉള്ള കാര്യങ്ങൾ തുറന്നങ്ങ് പറയാം. ഹലോ ഗൈസ്, എക്സ് മീഡാനി. അപ്പം ഇന്നത്തെ വിഷയം രേണു സുധീനാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പ്രധാനപ്പെട്ട സംസാരിക്കാനുണ്ട്. അതുൽ വ്ലോഗ്സിൻ്റെ അറിയാമല്ലോ, ആ ഒരു കേസും സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിനകത്ത് ലാസ്റ്റ് അവർ ആ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പം അത് ചേച്ചിയാണ് വന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എനിക്ക് തോന്നുന്നു നാളെയും മറ്റന്നാളും റിലീസ് ആവാൻ ചാൻസ് ഉണ്ട്, സെക്കൻഡ് പാർട്ട്. അപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഇന്ന് രാത്രിയിലാണ് ഒരു 2:30 ആയപ്പോൾ, ഇപ്പോൾ ഒരു 3:30 ആയി, വെളുപ്പിന് 3:30 ആയിട്ടുണ്ട്. 2:30 ആയപ്പോൾ ഞാൻ അതുലിനെ ഒന്ന് വിളിച്ചായിരുന്നു. അതിലൂടെ ഞാൻ സംസാരിച്ചിട്ട് ഇന്നപ്പോൾ ആളുടെ ഐഡിയിലേക്ക് ഒന്ന് കയറി നോക്കാൻ പറഞ്ഞു. കയറി നോക്കിയപ്പോഴത്തേക്ക് ആ ചാറ്റും കാര്യങ്ങളും ഇപ്പോഴും അതുപോലെ കിടപ്പുണ്ട്. അവർ ജസ്റ്റ് എന്താ പറയണ്ടേ, അതുലിൻ്റെ നമ്മൾ കൊളാബൊക്കെ ചെയ്യുമ്പോൾ ടാഗ് ചെയ്യത്തില്ലേ, അതിൽ ഒരു ടാഗ് മാറ്റിയിട്ട് അവർ ഹസ്ബൻഡിൻ്റെ ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ പോയാലും അവർ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അക്കൗണ്ട് അല്ല, ഒരു പോലീസ് ഓഫീസറാണ്. ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറാണ്. എൻ്റെ അടുത്ത് ഇപ്പം അതുലും ഈ പറയുന്ന രമ്യയും വരുവാണെങ്കിൽ സിമ്പിളായിട്ട് രമ്യ ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പം ഇത് ഏത് രീതിയിലോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാം. തൊട്ടടുത്ത് അതുലിൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ മേടിച്ച് വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരുടെയാണ്, ഒറിജിനൽ എന്താണ് സംഭവം, എന്തായാലും ഫേക്ക് അക്കൗണ്ട് അവർ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടായാലും ഏശാൻ പോകത്തില്ല. ആ ഒരു കേസ് കെട്ടില്ല. ചേച്ചി ഏത് ലെവലിൽ കേസ് കൊടുത്താലും ഒരു മണ്ണാങ്കട്ടയെ സംഭവിക്കാൻ പോകുന്നില്ല. അത് ചലഞ്ചായിട്ട് തന്നെ നിങ്ങൾ എടുത്തോ. അതിനിപ്പോൾ വന്നിട്ട് ഏതർത്ഥത്തിൽ വെച്ച് സംസാരിച്ചാൽ പോലും ബിഷപ്പിൻ്റെ ആ ഒരു കേസ് അറിയാലോ, ഓരോ കള്ളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ആ പള്ളിയിലച്ഛൻ്റെ ഓരോ കള്ളങ്ങളും നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ അത് നല്ല രീതി ഇവർക്ക് പണി കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് അവർ കേസുമായിട്ട് വന്നത്. അങ്ങനെ ഇപ്പോൾ ആ ഒരു വകുപ്പിൽ ആ കേസ് എടുക്കാൻ പറ്റത്തില്ല എന്ന് വന്നപ്പോഴാണ് ചേച്ചിയെ കൊണ്ട് കേസ് കേൾപ്പിച്ചത്. ചേച്ചി കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത്. കാരണം ചാറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ വേറെ രീതിയിലാണ് അതവർ വളച്ചൊടിക്കാൻ ശ്രമിച്ചു. ഇവരുടെയൊക്കെ ഒരു കൂട്ടുകാരി വന്നിട്ട് ഈ ഇടയ്ക്ക് ഘോര പ്രസംഗിച്ചായിരുന്നു. ഞാൻ അവിടെ പേരെടുത്ത് പറയത്തില്ല. കാരണം എന്താണെന്നറിയോ, നമുക്ക് അങ്ങനെ ഇപ്പം റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. കാരണം അത് നമ്മൾ തിരക്കിപ്പോൾ ഒരു പാവമല്ലേ നമ്മൾ ആ രീതിയിൽ സംസാരിച്ചിട്ട് പോലും വന്നങ്ങ് ചൊറിയാൻ വരുക. അങ്ങനെ അവർക്കിപ്പോൾ അങ്ങനെ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. നീയൊക്കെ എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യുന്നെങ്കിൽ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു വീഡിയോയുടെ ഒരു പോർഷൻ വെച്ച് തരാം. പിന്നെ അതുപോലെ തന്നെ ബി വി ചേട്ടൻ ഈ പറയുന്ന കിച്ചുവായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 20-22 മിനിറ്റ് കിച്ചുവായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചുവിനോട് സംസാരിച്ചു. കിച്ചു അതും ബി വി ചേട്ടൻ എല്ലാം അത് റെക്കോർഡ് ചെയ്ത് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ, ഇപ്പോൾ കാട്ടിലൊരു സംഭവമുണ്ട്, ഒന്നും അനങ്ങാതെ അതിൻ്റെ കാര്യമൊക്കെ നോക്കി പോകുന്നൊരു സംഭവമാണ്. അതുപോലത്തെ ഒരു ഇനമാണ് പുള്ളിക്കാരന്. അതിനെയൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാല അല്ലെങ്കിൽ അതിനെയൊക്കെ മാന്തിക്കൊണ്ടിരുന്നാല ഉറപ്പാണ് അതൊക്കെ അങ്ങ് പുറത്ത് വീഴും. വന്നാല പിന്നെ നിൽക്കാൻ നേരം കാണത്തില്ല. രേണു എന്ന് പറഞ്ഞ സ്ത്രീ ഇല്ലാണ്ടാവുന്ന ഒരു സാധനം തന്നെയാണ് ആ ഒരു സംഭവം. അത് എഴുതി ഞാൻ ഒപ്പിട്ട് തരാം. രേണു ഭസ്മമാണ്. പിന്നെ അത് എത്ര ഷോയിൽ പോയാലും എത്ര ഫെയിം കിട്ടിയാലും, ഇപ്പോൾ ബിഗ് ബോസിൽ പോയി പുള്ളി പോസിറ്റീവായിട്ട് വന്നെങ്കിൽ പോലും ആ ഒരു സാധനം മതി. ബും 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 ആയി പോവാൻ. കൂടുതലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു കാര്യത്തിൽ. പിന്നെ ഇൻ്റർവ്യൂവിനകത്ത് കേട്ടുന്നുണ്ട്, എന്തുവാ രേണുവിനെ വിറ്റല്ലേ നീയൊക്കെ ജീവിക്കുന്നത്, എന്നൊക്കെ കിടന്ന് സംസാരിക്കുന്നുണ്ട് ഈ ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നവരോ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഓരോ 5-6 കണ്ടന്റ് 7 ഒക്കെ നിങ്ങൾ പറയുന്നത് നമ്മൾ വെച്ച് ചെയ്യുന്നുണ്ട്. നിരന്തരം അവരുടെ വീട്ടിൽ പോയി എടുക്കുന്നതും സംസാരിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ലേ? ചോദിക്കുന്നതൊന്നും കുഴപ്പമില്ലേ? കുത്തിക്കൂട്ടി ചോദിക്കുന്നതോ ഓരോ രീതിയിലും മറിച്ചും തിരിച്ചുമൊക്കെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമില്ല പറയുന്നത്. ഇവിടിട്ട് നമുക്കിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഉണ്ടാക്കാനും ഇരുന്ന് ചോദിക്കുന്നത് നിനക്കൊക്കെ എളുപ്പമുണ്ടോ എന്ന് ഞങ്ങളങ്ങോട്ട് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊക്കെ ഒന്ന് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ആദ്യമായിട്ട് വരുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാത്തവർ കമൻറ്റ്. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ 2 ഡോട്ട് കാണും. അപ്പോൾ ഇങ്ങനെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിലോട്ട് എല്ലാവരും ക്ലിക്ക് ചെയ്യുക. ഹൈപ്പില അതൊരു ഇതാണ്, ഇപ്പോൾ പുതിയൊരു അപ്ഡേഷനും കാര്യങ്ങളുമാണ്. ഇപ്പോൾ ഞാൻ ഈ ലൈക്കും സബും ഹൈപ്പിൻ്റെയും കാര്യം പറയുന്നത് വെച്ചാൽ എൻ്റെ ചാനൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഹൈപ്പിലൊന്ന് ക്ലിക്ക് ചെയ്താൽ എനിക്കൊരു ഹെൽപ്പായിരിക്കും. പരമാവധി എല്ലാവരും ചെയ്യാൻ നോക്കുക. ഞാൻ നിങ്ങളോട് ഇനി പറയാൻ പോകുന്നത് ബി വി ചേട്ടൻ്റെ വോയിസ് ആണ്. ബി വി ചേട്ടൻ സംസാരിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ വെറുതെ വന്നിട്ടല്ല ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ പയ്യൻ ഇതിനകത്ത് ബി വി ചേട്ടൻ്റെ തംബ്ലൈൻ തന്നെ എടുത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതിയായിരുന്നു. കിച്ചന് കൊടുക്കുന്ന രൂപയുടെ കണക്കും കാര്യങ്ങളൊക്കെ. ഞാൻ എനിക്ക് തോന്നുന്നു 2-3 ദിവസം മുമ്പ് എൻ്റെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. ആ പയ്യൻ 200-300 രൂപയൊക്കെയാണ് ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് വലിയ കാര്യം വെച്ചിട്ട് ഇരുന്നിട്ട്
ഞാൻ കിച്ചുവിന് വിളിക്കുമ്പോൾ ഇച്ചിരി പൈസയൊക്കെ കൊടുക്കാറുണ്ടെന്നൊക്കെ പറയുന്ന തങ്കച്ചൻ്റെ മോള് രേഷ്മയെ നമ്മളെല്ലാവരും കാണുന്നതാണ്. അതും ആ ചെറുക്കൻ വിളിച്ച് ചോദിച്ചാൽ വേണ്ടി മാത്രം. പിന്നെ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ നാടകം കളിക്കുന്നുണ്ട്, റിതപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അതിനോടും വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇന്നത്തെ ഒരു രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് രേണു പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ കൊണ്ട് വളർത്ത്, അപ്പം വന്നാൽ നിങ്ങൾ വിട്ടുകൊടുക്കുമോ? ലോകത്ത് ഒരമ്മയും പറയുന്ന സംസാരമല്ല നിങ്ങൾ ഈ സംസാരിച്ചത്. ഇതിന് ഞങ്ങളുടെ നാട്ടിലാണ് ഇപ്പം രേണുവിൻ്റെ അച്ഛനാ എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു ഇട്ട് ഞാൻ പറഞ്ഞേനെ. ഞാൻ അങ്ങനെ പറയത്തുള്ളായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് കാണുന്ന സ്ത്രീകളോട് ഞാനൊന്ന് ചോദിച്ചു നോക്കുകയാണ്. ഇപ്പം രേണു വിഷയം കാണാത്തവരാരുമില്ല, സോറി രേഷ്മ വിഷയം ഇവിടെ കാണാത്തവരായിട്ടില്ല, ഇത് കാണുന്ന സ്ത്രീകളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെയൊക്കെ മുഖത്ത് നോക്കിയാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ വിടുവോ? 5 വയസ്സുള്ള കുഞ്ഞിനെ നീയൊക്കെ വന്ന് നോക്കുന്നെങ്കിലും പറയുമോ? ഒരമ്മമാരും അങ്ങനെ ചെയ്തിരുന്നു. ഒന്ന് പ്രസവിച്ച ഒരമ്മമാരും ചെയ്യത്തില്ല. ഒരമ്മമാരും ചെയ്യാതെ ഒരു സംസാരമാണ് അവർ സംസാരിച്ചത്. അത് ഏറ്റവും വലിയ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന് പോലും വിവരമില്ല. അതെങ്ങനെ 10 അല്ലാതെ ഇപ്പം എന്ത് പറയാനാ? ഓക്കെ, എന്തായാലും നമുക്ക് ബി ചേട്ടൻ്റെ വീഡിയോയിലോട്ടൊന്ന് പോവാം. ഇന്ന് ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട്. കിച്ചു മോനെ, നീ എല്ലാവർക്കും സ്ട്രൈക്ക് അടിക്കണം, നിന്റെ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ടാണ് കുറെ ആൾക്കാർ വീഡിയോ ചെയ്തിരിക്കുന്നത്. കിച്ചു സാധാരണമായിട്ടൊരു വ്ലോഗ് ചെയ്തതാണ്, നമ്മളെല്ലാവരുമാണ് അത് കുത്തിപ്പൊക്കി അതിനകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് എന്നൊരു സ്ത്രീ വന്നിരുന്ന് പറയുന്നത് കണ്ട് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഞാൻ ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചുവിനോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഏകദേശം 22 മിനിറ്റ് ആ ഒരു കോൺവെർസേഷൻ ഉണ്ട്. എൻ്റെ കയ്യിൽ എൻ്റെ റെക്കോർഡ് ഉൾപ്പെടെ ഉണ്ട്. ഉള്ള കാര്യങ്ങൾ തുറന്നങ്ങ് പറയാം. ഞാനത് പുറത്ത് വിടാനോ എടുക്കാനൊന്നും പോകുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ പേഴ്സണലി നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ എല്ലാത്തിന്റെ തെളിവുകൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാം. ഇന്ന് രോഹനുമായിട്ടുള്ള എൻ്റെ സെക്കൻഡ് ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഇവർ പറഞ്ഞ കുറച്ച് കാര്യം നമുക്കൊന്ന് കേൾക്കാം. പുള്ളിയുടെ വോയിസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാക്കാൻ പറ്റും. പുള്ളി വിട്ടിട്ടുള്ള വോയിസ് ഇവിടെ കേരളം മൊത്തം അറിയാലോ ഏതൊക്കെ രീതി പോയിട്ടുണ്ടെന്ന്. ഇത് കൊച്ചു പിള്ളേർക്ക് പറയുന്നൊരു കേസ് കേട്ടാണ്. പുള്ളി വിട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളാണെങ്കിൽ പോലും. അപ്പോൾ അതുപോലുള്ളൊരു നല്ലൊരു സാധനം അവിടെ ഇരിപ്പുണ്ട്, നല്ല അടിപൊളി ഒരു സാധനം. ആ സാധനം വീണ് കഴിഞ്ഞാൽ ഉറപ്പാണ്. ഞാൻ ഒരു കാര്യം പറയും, മഹാഭാരത യുദ്ധമാണെന്ന് കൂട്ടിക്കോ, എന്ത് വേണമെങ്കിലും കൂട്ടിക്കോ നിങ്ങൾ. ആ ഒരു സാധനം വിട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം അതിരിക്കുന്നത് വി ഹീറിൻ്റെ കയ്യിലാണ്. അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇല്ല, കിട്ടുന്നത് 3-4 രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഷോർട്ട് ഫിലിം. അവർക്കറിയാം, തരുന്നവർക്കറിയാം. ഏറ്റവും കൂടുതൽ 5 രൂപയ്ക്കൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ അത് കിട്ടുന്ന അറിയാലോ. അത് നമുക്ക് എനിക്ക് മാത്രമേ വരുമാനമുള്ളൂ വീട്ടില്. റേഷൻ അരിയുള്ള കൊണ്ട് ഓക്കെ. അതുപോലെ ഞാൻ കിച്ചുവിന് പോക്കറ്റ് മണി ഞാൻ കൊടുക്കാറുണ്ട്. അവൻ എന്റെ മോനാണ്, അവന് ആവശ്യങ്ങളുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ അവൻ ചോദിച്ചില്ലേ പോലും ഞാൻ കൊടുക്കാറുണ്ട്. അവൻ ചോദിക്കാറുണ്ട്. കൊച്ചിന്റെ കാര്യം നോക്കാറുണ്ട്. വീട്ടില് പപ്പായ്ക്കും അമ്മയ്ക്കും പ്രായമുള്ളവർക്ക് അസുഖമുള്ളവരാ, അവരുടെ കാര്യം നോക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് പൊന്നു ചേച്ചി നമിച്ച് കേട്ടോ. ചേച്ചിയുടെ ഈ നാടകം അടിപൊളിയായിട്ടുണ്ട്. കിച്ചുവിന് കൊടുക്കുന്നത് 200-300 രൂപയാണ് കിച്ചുവിന് കൊടുത്തോണ്ടിരിക്കുന്നത്. അതും വല്ലപ്പോഴും മാത്രമേ ആ പയ്യന് പൈസ കൊടുക്കാറുള്ളൂ, വല്ലപ്പോഴും മാത്രം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവനൊന്ന് വന്നിട്ട് ഇപ്പം രേണു എത്ര വെളുത്തിട്ട് ഒരു എന്താ അങ്ങ് തെങ്ങിൻ്റെ മണ്ടയെന്നും അവിടെ നിന്ന് അടുത്ത തെങ്ങിൻ്റെ അങ്ങനെ വരത്തില്ലല്ലോ, ശരിയാ, തെങ്ങിൻ്റെ മണ്ട വരെ മതി ഒരു തെങ്ങിൻ്റെ. എത്ര പോയാലാണെങ്കിൽ ശരി ഇല്ലാണ്ടായി പോകും. ഞാൻ എത്ര കോൺഫിഡൻസോടെ ഇവിടെ സംസാരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ, എത്ര കോൺഫിഡൻസോടെ ഇവരില്ലാണ്ടായി പോകും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു വോയിസും കൂടെ ഉണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. കേക്ക് മുറിച്ചെന്ന് അത് ഞാൻ കണ്ടില്ല. അപ്പൊ ഈ ഒന്നും കാണുന്നില്ല ശരിക്കും? സത്യമായിട്ടും സത്യം. ലാലേട്ടൻ വരെ ചെയ്യണ എന്തെങ്കിലുമൊക്കെ വീഡിയോസും അല്ലെങ്കിൽ സിനിമകളൊക്കെ കാണാൻ സമയം കിട്ടുന്നതാണ് പറയുന്നത്. അത്രയും സമയം കിട്ടാഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ കാണാറില്ല. പാട്ട് കേൾക്കുന്നവര് ശരിക്കും ഇങ്ങനെ ഒരു വിഷയം വരുമ്പോ കിച്ചുന്റെ 100K അടിച്ചതിനെ കുറിച്ച് കേട്ടോ സംസാരിക്കുന്നത്. അതൊന്നും കാണാറില്ല, അങ്ങനെയുള്ള കാര്യം ഞാനൊന്നും അറിയാറില്ല എന്നുള്ള രീതിയിൽ തന്നെ. അപ്പൊ അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവനും തമ്മിൽ എത്രമാത്രം ഇതാണെന്നുള്ള രീതിയിലാണ്. ഒരു ഹായ് ബൈ ബന്ധം മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായങ്ങൾ അങ്ങനെ തെറ്റിയിട്ടുമില്ല, അതും ഞാൻ കോൺഫിഡൻസോടെ തന്നെ പറയുന്നത്. ഓക്കെ, മറുനാടൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ മതിൽ 1.5 ലക്ഷം രൂപയ്ക്ക് അവരാണ് പൈസ കൊടുത്തതെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം, ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു മരമോ ഒന്നുമില്ല. അപ്പോൾ ഉറപ്പാണ് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഓക്കെ, അവർ ഈ പറയുന്ന തൊട്ട് തേച്ചിട്ടല്ല ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഈ വെയിലും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ മഴയും പെയ്യുമ്പോൾ ഇളകും, ഉറപ്പാണ്. അല്ലെങ്കിൽ ഇവർ പറഞ്ഞു കൂട്ട് ഈ രേണുവിൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു തൊട്ട് ആ ശ്രീകണ്ഠനും അതുവരൊക്കെ വന്നിട്ട് 24 വന്ന് ചെയ്തങ്ങ് തന്നേനെ, ഉണ്ടാക്കി തന്നേനെ എന്നൊക്കെ അങ്ങനെ ഇരുന്ന് ഗുണഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ അയാൾ പച്ച മര്യാദകൾ വിളിച്ച് പറഞ്ഞൊരു വ്യക്തി രണ്ടാമത് വന്നിട്ട് അയ്യോ രാമ
ഭാഗ്യമ എന്നുള്ള രീതിയിൽ നല്ല വൃത്തിയായിട്ട് പുള്ളി പാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും പുള്ളി പോയെന്നൊക്കെ ആ ഒരു അർത്ഥമില്ലേ, അത് വെച്ചിട്ട് സംസാരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അയാൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും മറുനാടൻ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചുതരാം. അനേകം പേരുടെ സൗജന്യ അധ്വാനവും ഈ പൂർത്തിയാക്കലിന് പിന്നിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ലേഖകൻ പീയൂഷ് ഈ വീടിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പോയപ്പോൾ ഫിറോസാണ് പറഞ്ഞത് ഒരു മോഹം ബാക്കിയാണ് ചുറ്റുമതിൽ കൂടി പണിത് കൊടുക്കണമെന്ന്. 1,19,000 രൂപ ഞങ്ങൾ, അതായത് മറുനാടനായിരുന്നു ഈ രേണു സുധിയുടെ വീടിന്റെ ചുറ്റുമതിൽ പണിയാൻ മുടക്കിയത്. അതിന് പേരിൽ വീമ്പിളക്കാനോ കയ്യടി നേടാനോ അവിടെ പോയി ട്രോഫി വാങ്ങാനോ വാർത്ത കൊടുക്കാനോ ലൈവ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ നിന്നില്ല. ആ പണം രേണു സുധിക്ക് കൊടുക്കുക എന്നതിനേക്കാൾ ഫിറോസിന്റെ നന്മയ്ക്കുള്ള അംഗീകാരമായാണ് ഞങ്ങൾ കൈമാറിയത്. ഓക്കെ, അപ്പൊ മറുനാടനും കൈവിട്ട് കളഞ്ഞു എന്റെ പൊന്നു രേണു നിങ്ങളെ. അല്ലാതെ ഇപ്പൊ എന്താ പറയാനാ, ഇനി നിങ്ങൾ എത്ര വന്ന് വിളിപ്പിച്ചാലും ഒരു രക്ഷയില്ല. പിന്നെ നിങ്ങളിപ്പോൾ വീടിന്റെ അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു. പിന്നെ ഇന്നത്തെ രേണുവിന്റെ ഒരു വീഡിയോയ്ക്കകത്ത് ആ രമ്യയുടെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ ഇതിനകത്ത് വലിച്ചഴിക്കല്ലേ എന്നുള്ള രീതി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരും കുഞ്ഞുങ്ങളെ വലിച്ചഴിച്ചിട്ടൊന്നുമില്ല. കിച്ചു അവിടെ വന്ന സമയത്ത് കിച്ചുവിന് അതുപോലെ ഒരു ഇത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഞങ്ങളുടെ സാധനങ്ങൾ ഇവിടെയാണ്, അത് ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഇവിടുന്ന് ദൂരെ നിന്ന് നോക്കിയാൽ ഈ പറയുന്ന രേണുവിൻ്റെ വീട് കാണാം ഒക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ റൂം കണ്ടില്ലേ, നിങ്ങളൊക്കെ ഇരിക്കുന്ന റൂമിൻ്റെ കോലവും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇത്രയും പേര് ഞങ്ങൾ അവിടെ പോയി ഇരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഒത്തൊരുമയായിട്ട് ആ വീടെങ്കിലും ഒന്ന് വൃത്തിയാക്കാൻ നോക്കായിരുന്നു, ആ സുതിയെങ്കിലും ഓർത്തിട്ട്. കാരണം ഈ ഒരു സമയത്ത് 10 ആൾക്കാർ ആ വീട്ടിൽ വരുമ്പോൾ ആ ഒരു മര്യാദ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. 10 ആൾ ഈ സമയത്തൊക്കെയാണ് നമ്മൾ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യേണ്ടത്. കാരണം ഒരുപാട് ആൾക്കാർ കയറി വരുന്ന ഒരു സ്ഥലമാണ്. അത് ആ മനുഷ്യനെ കണ്ടോട് മാത്രം. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പറയുന്നു വലിയ സംഭവമൊന്നുമല്ല, സുതി, കൊല്ലം സുതി മരണപ്പെട്ടപ്പോഴാണ് പുള്ളി ഇച്ചിരും കൂടി ഇതായത്. ഇനി അതുലിൻ്റെ വിഷയത്തിലോട്ട് വരാം. ആ ഒരു വീഡിയോ ഞാനത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം, അതേ ശരിയാവത്തുള്ളൂ. കാരണം ലോങ് വീഡിയോ ആവുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ബ്രോ ചിലപ്പോൾ 20-25 മിനിറ്റ് ഒക്കെ ഉണ്ട്, നിങ്ങൾ കാര്യം പറഞ്ഞു പോകുന്നതായിരിക്കും. ചിലപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ട് സെറ്റ് ആവണം എന്നില്ല. കാരണം ഇത്രയും ലോങ് വീഡിയോസൊക്കെ ചിലവർക്ക് പാതി വെച്ചിട്ട് പോകും. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആൾക്കാർ കാണത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ ചേട്ടാ അന്നത്തെ വീഡിയോ ഞങ്ങൾ ഇത്രയും കണ്ടുള്ളൂ, ഇത്രയും ഇപ്പം എന്താ പറയണ്ടേ, ഇനി ചിലപ്പോൾ വേറെ വല്ലതും പോയിന്റ്സ് ഒന്നും കാണത്തില്ല എന്നൊക്കെയുള്ള രീതിയിലാണ്. അങ്ങനെ ചിന്തിച്ച് പോകുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ലോങ് വീഡിയോ ആക്കുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ സ്റ്റോപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മറക്കണ്ട കമൻറ്റ് ബോക്സിൽ ഹൈപ്പ് എന്ന് പറയുന്ന സംഭവം കൊടുത്തേക്കുക. പിന്നെ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ രേണു സുധിയുടെ വിഷയത്തിൽ ലൈക്ക് ചോദിക്കുന്നു, ഷെയർ ചോദിക്കുന്നു, സബ് ചോദിക്കുന്നു, കമൻറ്റ് ചോദിക്കുന്നു. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. നിൻ്റെ ഒന്നും തന്തമാരല്ലേ എനിക്ക് കൊണ്ടുതരുന്നത്. പറഞ്ഞു മനസ്സിലായോ? വേണമെങ്കിൽ കണ്ടാൽ മാത്രം മതി, വേണ്ടവർക്ക് മാത്രം കണ്ടാൽ മതി. ഈ ഒരു വിഷയത്തിൽ കുറേ പേരെ ഇത് ഞാനിപ്പോൾ ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും കിടന്ന് ഇവിടെ വിളിക്കുന്നവന്മാരൊക്കെ ഉണ്ട്. ഞാൻ ഉറപ്പാണ് പേര് സഹിതം വിളിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ അഡ്രസ്സും തരാം, നീയൊക്കെ കൂടെ വന്നിട്ട് എന്നെ എങ്ങനെ കൊല്ലുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, നീയൊക്കെ തല്ലുവോ എന്താണെങ്കിലും ചെയ്യും, ഒരു വിഷയമില്ല. ഈ വീട്ടിലെ തന്തയും തള്ളമാരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പം ചിലവർ ചോദിക്കും നീ ഇപ്പം എന്താ ചെയ്യുന്നത്, രേണുവിൻ്റെ അച്ഛനെ നീ എങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് അതുപോലുള്ള കള്ളങ്ങൾ, ചില കള്ളങ്ങൾ ഞങ്ങളുടെ ലൈഫിലും പ്രത്യേകിച്ച് അതുലിൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. കാരണം അത് നേരിട്ട് കണ്ടു ബോധിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അറിയാം. നിങ്ങളൊക്കെ ഈ നാടകം ഇപ്പോഴല്ലേ കാണാൻ തുടങ്ങിയത്. ഞാനും അവനെ ലൈവായിട്ട് കണ്ടു, അവൻ ലൈവായിട്ട് കണ്ടു, ഞാൻ ഇപ്പുറത്തുനിന്ന് മാറി എന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ഡോക്ടർ വിനോദ് ഭാസ്കറും പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങളതൊക്കെ ലൈവായിട്ട് കണ്ടിട്ടുള്ള വ്യക്തികളാണ്. ഇവരൊക്കെ റിയൽ ക്യാരക്ടർ എന്താണ്. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ എല്ലാവരും എന്നോട് പേഴ്സണലി കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇത് നിർത്തിക്കൂടെ എന്നുള്ള രീതിയിലാണ്. ചില വിട്ടുപിരിഞ്ഞ് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ അവരോട് ഒന്നേ പറഞ്ഞുള്ളൂ, ഒരാഴ്ചയും കൂടെ ഞാനിത് കാണത്തുള്ളൂ, ഈ ഒരു വിഷയം ചെയ്യത്തുള്ളൂ. ഞാൻ പിന്നീട് കേസ് പോലെ ഇരിക്കും. കാരണം അവനെ ഒരു കാര്യമില്ലാതാണ് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചത്, അതുതന്നെ ഒരു കാര്യമില്ലാതെ. അപ്പം എങ്ങനെ എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ കൂടപ്പുറപ്പാണ്, എൻ്റെ എന്താ പറയണ്ടേ, എനിക്ക് ജീവനാണ്. അവനും ഉണ്ട്, വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക്. അവരെ വിട്ട് കളിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അത്രയ്ക്ക് എനിക്ക് സ്നേഹമാണ് ആ വ്യക്തികളോടൊക്കെ. അപ്പം അതുപോലെ തന്നെ ഒരു കാര്യമില്ലാതെ അവനെ ഇത് ചെയ്യുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കത്തേ ഉള്ളൂ. അത് എന്തോ ആയിക്കോട്ടെ, ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ തെളിവ് സഹിതം ഉണ്ടോട്ടാ എന്ന് വെച്ചാൽ അവൻ്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടി നിൽക്കുന്ന ഒരു കൂട്ടുകാരനുമല്ല. തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. അതാണ് അവനെ എന്നിൽ നിന്ന് കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം. തിരിച്ചും അതാണ്. പറഞ്ഞു മനസ്സിലായേ? ഏത് സമയത്താണെങ്കിലും ഇപ്പോൾ വിളിക്കാലും അവൻ ഫോൺ എടുക്കും, കാര്യങ്ങൾ പറയും, കറക്റ്റാണ്. ആ ഒരു കൂട്ടുകാരനെ എനിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. അത് ഞാനതാ വെല്ലുവിളിച്ച് പറഞ്ഞത്. അതിനെ എത്ര രൂപ മുടക്കിയാണെങ്കിലും, പൈസ എറിഞ്ഞിട്ടില്ല, അത് കോടതി കെട്ടി വെക്കാനാണെങ്കിലും, അവൻ്റെ ഇല്ലെങ്കിലും എൻ്റെ ആണെങ്കിൽ പോലും വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും ഞാൻ ചെയ്യും. കാരണം ഇതൊരു വാശിയായിട്ടിരിക്കുക. ഓക്കെ, കൂടുതലും ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ. ഞാൻ സംസാരിച്ച്, ഞാൻ എഡിറ്റ് ചെയ്ത്, ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, എൻ്റെ അക്കൗണ്ടിൽ ഇടുന്നത് എൻ്റെ ഇഷ്ടമാണ്, നിങ്ങളുടെ ആരുടെ അല്ല. സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. കാരണം എന്നെ തന്തയ്ക്കും തലയ്ക്കും വന്ന് വിളിക്കുന്നവരോടാണ് ഞാൻ എടുത്തു പറയുന്നത്. അല്ലാതെ കുറേ ആൾക്കാരുണ്ട് പാവങ്ങളായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്.
കൂടുതലൊന്നും പറയുന്നില്ല. ബൈ.